सार्धं प्रकृति वैभवादिविशदै सानन्दयुक्तैः स्वरैः कथ्यन्ते शिव पार्वती सुखकर भूयात् सदा मङ्गलम्। आदौ भूतपतिः अऊममिलितो ओंकारव्याहार्यते एकोऽहं बहुश्याम भवनतया धातृहरिनिर्मितौ पश्चाद्विश्वसमान प्राकृतजना सम्पादिताः शङ्करैः सोऽयं शैव विवाह्यते च प्रकृतिं भूयात् सदा मङ्गलम्। शान्तं पद्मासनस्थं शशिधरमुकुटं पञ्चवक्त्रं त्रिनेत्रं शूलं वज्रं कृपाणं त्रिशूलमपि युतं दक्षिणागे वहन्तम् नागं पाशं च घण्टां डमरुक सहितं चाङ्कुशां वामभागे नानालङ्कारयुक्तं स्फटिकमणिनिभं पार्वतीशं नमामि। ഹിമാലയരാജൻ കന്യാദാനം വിധിപൂർവം നടത്താൻ കന്യകയുടെ പിതാവ് വരനോട് കുലവും ഗോത്രവും പിതാവിൻ്റെ നാമവും കൂടാതെ വേദശാസ്ത്രങ്ങളുടെ ജ്ഞാനവും ചോദിക്കുന്നു. അതിനാൽ അങ്ങയും അവ ചോദിക്കണം. ആജ്ഞ പോലെ ഗുരുദേവ. വരരാജ, ഞാൻ അങ്ങയോട് പറയുന്നു, അങ്ങ് ദയവായി അങ്ങയുടെ കുലം, ഗോത്രം, പിതാവിൻ്റെ നാമം, വേദജ്ഞാനം ഇവയെ വിസ്തരിച്ച് പറഞ്ഞാലും. ഹിമാലയരാജൻ, അങ്ങ് എന്ത് വിചിത്രമായ ചോദ്യമാണ് ചോദിക്കുന്നത്? അത് തന്നെ ദേവർഷേ, കന്യകയുടെ പിതാവ് കന്യാദാനത്തിന്റെ സമയം വരനോട് ചോദിക്കുന്നത്. നാരായണ നാരായണ. ഹിമാലയരാജൻ, ദേവി പാർവതി സാധാരണ കന്യകയല്ല. ഭഗവാൻ ശിവൻ സാധാരണ പുരുഷനുമല്ല. ഇവിടെ ഇത്തരം ചോദ്യങ്ങൾ ആവശ്യമേയില്ല. പക്ഷെ ദേവർഷി, കാര്യങ്ങൾ വിധിപൂർവ്വം നടക്കണ്ടേ? ഋഷിവര, സർവകാര്യങ്ങളും വിധിയനുസരിച്ച് തന്നെയാണ് നടക്കുന്നത്. വിധി പാലിക്കുന്നത് സൗകര്യവും സ്ഥിരതയും ഉണ്ടാക്കുവാൻ വേണ്ടിയാണ്. പക്ഷേ വിധി അസൗകര്യവും അസ്ഥിരതയും ഉണ്ടാക്കുമെങ്കിൽ സന്ദർഭവും
സമയവും അനുസരിച്ച് അതിനെ മറുവശത്തേക്ക് മാറ്റി നിർത്താവുന്നതാണല്ലോ. ദേവർഷി, അങ്ങ് വിധിയെ മറികടക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വരനോട് കുലവും ഗോത്രവും പിതാവിന്റെ നാമവും ചോദിച്ചതിൽ അങ്ങേക്ക് വൈഷമ്യം എന്താണ്? നാരായണ നാരായണ. ഋഷിവര, അങ്ങ് ഇദ്ദേഹത്തിന്റെ പിതാവിന്റെ നാമം ചോദിക്കുന്നു, സർവ്വജഗത്തിനും പിതാവായവന്റെ. ആരുടെ ഉത്ഭവത്തിന് മുൻപ് മറ്റാരുടെയും ഉത്ഭവം സംഭവ്യമല്ലയോ? ആരുള്ളപ്പോൾ മാത്രം എല്ലാം ശേഷിക്കുന്നുവോ? അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേർ ചോദിക്കുന്നു അങ്ങ്. കേൾക്കണം, ആ നാമം പരംപിത ബ്രഹ്മാവിന് കൂടി പറയാനാകില്ല. എന്നോട് ക്ഷമിക്കണം പരംപിതാവേ, പക്ഷെ അങ്ങയ്ക്ക് പരമശിവന്റെ പിതാവിനെ കുറിച്ച് പറയുവാനാകുമോ? ശ്രീഹരി വിഷ്ണു, അങ്ങയ്ക്കറിയാമോ പരമേശ്വരന്റെ പിതാവ് ആരെന്ന്? ഗർഗമുനെ, ഗണനയുടെ ആരംഭം ഒന്നിൽ നിന്നാണ്. ഒന്നിന് ശേഷം രണ്ട്, രണ്ടിന് ശേഷം മൂന്ന്. പക്ഷെ അങ്ങയ്ക്കറിയാമോ ഗണനയിൽ ഒന്നിന് മുൻപ് എന്താണെന്ന്? അറിയാമോ ഋഷീശ്വര, ഗണനയിൽ അന്തിമവർഗം എന്താണെന്ന്? പരംസത്ത അതിന്റെ സഗുണ രൂപത്തിൽ പ്രകടമാകുമ്പോൾ അതിന്റെ അർത്ഥം അതിന്റെ നിർഗുണത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നല്ല. ഋഷിവര, മഹേശ്വരൻ സർവഗോത്രത്തിലും ഉപരിയായ പരബ്രഹ്മമാണ്. അത് ഗോത്രഹീനമായിട്ട് കൂടി സർവശ്രേഷ്ഠ ഗോത്രവാനാകുന്നു. കുലഹീനനായിട്ട് കൂടി പരം കുലീനനാണ്. തഥാ നിർഗുണനായിട്ട് കൂടി സർവഗുണവാനാണ്. ഇവിടെ വ്യർത്ഥമായ ചോദ്യങ്ങൾ ഉന്നയിക്കുക വ്യർത്ഥമാണ്. ഋഷിവര, അവിടുത്തെ ദൃഷ്ടി ഉയർത്തി നോക്കൂ ശിവന്റെ മുഖമണ്ഡലത്തെ. ആ തേജോപുഞ്ചത്തെ. ആദിയും അന്തവും ഇല്ലാത്തതാണത്. സർവശ്രേഷ്ഠൻ, പരമസത്യം, പരബ്രഹ്മം, പരംപിത പരമേശ്വരന് ഒരു പിതാവ് ഉണ്ടാകുമോ? ക്ഷമിച്ചാലും ദേവ, ക്ഷമിക്കണം ശിവശങ്കര, എനിക്ക് തെറ്റുപറ്റി. പരംപിത ബ്രഹ്മദേവ, ശ്രീ ഹരിവിഷ്ണു, ഞാൻ രീതിയും വിധിയും ആചാരവും ഓർത്ത് ഈ വിരാട് സത്യം മറന്നുപോയിരുന്നു. ഋഷിവര, എന്റെ അഭിപ്രായം ഇനിയുള്ള കാര്യങ്ങൾ അങ്ങ് പൂർത്തിയാക്കണം. അധിക വിളംബം ഉചിതമല്ല. തീർച്ച തീർച്ച, ആരംഭിക്കൂ. ഓം പരായ പരമാത്മനേ സ്വാഹ. 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 ओम परम तत्वाय स्वाहा. ओम परम तत्वाय स्वाहा. ओम परम तत्वाय स्वाहा. കന്യാദാന ചടങ്ങുകൾ ആരംഭിച്ചാൽ ആജ്ഞ പോലെ ഗുരുദേവ. ഇമാം കന്യാം തുഭ്യം അഹം ദദാമി പരമേശ്വര. ഭാര്യാർത്ഥ പരിഗ്രഹീത പ്രസീദ സകലേശ്വര.
ശിവപാർവതി ജയിക്കട്ടെ ശിവപാർവതി ജയിക്കട്ടെ ശിവപാർവതി ജയിക്കട്ടെ ശിവപാർവതി ജയിക്കട്ടെ ശിവപാർവതി ജയിക്കട്ടെ. Namah Shivaya. Om 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 Namah Shivaya.